ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മളൊരു അമ്പല ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ട് നമ്മളുള്ളത് കേരള പഴനി പറഞ്ഞൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, പതിനെട്ടാമ്പലുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അത് നമ്മളെവിടെ പറഞ്ഞു വെച്ചാൽ തൃശ്ശൂർ കഴിഞ്ഞിട്ട് പുത്തൂർ പറഞ്ഞൊരു സ്ഥലത്താണ് അല്ലേ, ചോച്ചേരിക്കുന്ന് പറയുന്നത്. അവിടെ ഇതില്ലേ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് ബാക്കിൽ, അടിപൊളിയാ, കാണിച്ചു തരാം. സ്റ്റെപ്പാണ്, അധികം സ്റ്റെപ്പൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം സ്റ്റെപ്പ് മേലേക്ക് ഇങ്ങനെ അത് വരുന്നുണ്ട്. ഇങ്ങനെ കയറി പോകണം. തേങ്ങ ഉടയ്ക്കാൻ പോകുന്ന ഒച്ച. എല്ലാ പ്രശ്നങ്ങളും പോട്ടെ. അച്ചടിച്ചോ, അമ്മത്തെ അടയ്ക്കട്ടോ. മേഘ തേങ്ങ എടുത്ത ചിരട്ട. അതിൻ്റെ രമേശയുടെ തേങ്ങ ഉടയ്ക്കാൻ വരുന്നുണ്ട്. ആ ചുറ്റി ആ എടുക്കാം, എല്ലാരും എടുത്തു. കറക്റ്റ് മനോജ് നോക്കിയൊക്കെ കറക്റ്റായിട്ട് പകുതി തേങ്ങ. അപ്പൊ എല്ലാരും പ്രസാദം കഴിക്കണ്ട്. അടുത്ത പെട്ടെന്ന് സീൻ. അയ്യോ അമർത്തിയറിയടാ. അവിടെ അല്ല, കല്ലിലടാ, കല്ലില്. എന്താ കല്ലില് ഒന്നുകൂടി കല്ലില്. ആ മുറിഞ്ഞു. സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. നല്ല സ്റ്റെപ്പുണ്ട്. ഈ അമ്പലം ഇവിടെ ഉള്ളത് അറിയില്ല. ഞങ്ങളെന്തോ സെർച്ച് ചെയ്തപ്പോൾ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്ന്. നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് ഓരോരുത്തർക്കും ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സ്റ്റെപ്പൊക്കെ നല്ലുണ്ട്, നല്ലൊരു വൈബ് തന്നെ കേട്ടോ. ഓരോ ആൾക്കാർക്ക് സ്റ്റെപ്പ് ഇതാ ഫസ്റ്റ് തന്നെ. അയ്യോ അമ്മ പറയുന്നുണ്ട് വരിക. രമേശേട്ടാ ക്ഷീണിച്ചോ? ക്ഷീണല്ല, ഒറ്റടിക്ക് കയറും. എന്തെങ്കിലും ഇരിക്കണ വാ. അവിടെ നിങ്ങൾ വരുമ്പോഴേക്ക് തന്നെ ഇവര് ക്ഷീണിച്ചു. ആ താഴത്ത് വരുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു. ഇങ്ങോട്ട് അമ്മക്കൊന്നും തീരെ വയ്യ. 2 സ്റ്റെപ്പ് വരുമ്പോഴേക്കും കുഴപ്പമില്ല അമ്മ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ.
മുട്ടേ അങ്ങനെ വന്നു നമ്മൾ ഏറ്റവും മേലെ എത്തി. നല്ലൊരു ഇത് കണ്ടാൽ തന്നെ നോക്കി നോക്കി നല്ലൊരു ആംബിയൻസ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. മുട്ടടിക്കുക അതേപോലെ പഴയനൊക്കെ മുട്ടടിക്കില്ലേ അതേപോലെ ഇവിടെ പഴയ മുട്ടടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പ് ചെയ്താ എത്തി, നല്ല സൂപ്പറായിട്ടുണ്ട്. അയ്യോ ഒരു ആൽമരത്തൊക്കെ നോക്ക്, എന്താ ആൽമരം, സൂപ്പറായി. അതാണ് ഇതിൻ്റെ ടോപ്പിലെ നല്ല വഴിപാട് കൗണ്ടറുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഭജന മണ്ഡപമാണത്. ഇവിടെയൊക്കെ ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടോ തൈപ്പൂയത്തിനുള്ള ഇതാണ്, പെയിൻറ്റിങ്ങൊക്കെ പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. തൈപ്പൂയമ്പോഴേക്കും എല്ലാം കഴിയും. സംഭവം അടിപൊളി ചെയ്തിട്ടുണ്ട്. അമ്പലം ഉള്ളിലുണ്ട്. നല്ല മേലെ ഒരു മലയുടെ മേലെ പ്ലെയിനായ സ്ഥലം, അടിപൊളിയുണ്ട് കേട്ടോ. വിഗ്രഹങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുകാൻ പോവുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഉള്ളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തൊഴുത് ഇറങ്ങിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാം കേട്ടോ. അങ്ങനെ തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി. നല്ല അടിപൊളി മുരുകൻ, അടിപൊളി മുരുകൻ, സൂപ്പറായിട്ടുണ്ട്. വിഗ്രഹം കാണാൻ ഗോൾഡൻ കളറിലെ രാജാവിനെ പോലെ ഉണ്ടാവില്ലേ, നല്ല അടിപൊളിയുണ്ട്. അടുത്ത് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. സ്വസ്ഥമായി സമാധാനമായിട്ട് നന്നായിട്ട് തൊഴുക. ഗോൾഡൻ കളർ നന്നായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര ഒരു ഫീലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇതൊക്കെ. ഇനി നമുക്ക് അമ്പലം ചുറ്റിയിട്ട് എന്തൊക്കെ ഉണ്ട് നമുക്ക് കാണാം. ഓക്കെ, ആൽമരത്തിൻ്റെ ഇത് കാണുന്നത് ഈ സൈഡിൽ നിന്ന് നോക്കണം കേട്ടോ. എന്ത് രസം ആൽമരം, എല്ലാ രസം തന്നെയാണ്. അപ്പോൾ നമ്മൾ അമ്പലം ചുറ്റിയാണ്. ഒന്നുമില്ല അമ്മയൊക്കെ എന്താ അഭിപ്രായം? ഇവിടെ നാഗയക്ഷിയുണ്ട്. ഞാനപ്പഴ തോന്നും മരം, ആ മരത്തിനെ പോലെ ഉണ്ട്. അല്ല ഞാനപ്പഴം പറയാറില്ല. അവിടെ അമ്പലപ്പണി ഫുള്ള് പണിയാട്ടോ. പണി തൈപ്പോയി തരുന്നതാണോ? ആവും, തേയ്പോയി കഴിഞ്ഞപ്പോ ആവാനായില്ലേ. ഇവിടെ അയ്യപ്പനുണ്ട് കേട്ടോ. അയ്യപ്പനുണ്ട് ഇവിടെ. എന്തായാലും നല്ലത്. അമ്മയൊക്കെ നല്ല തൊഴുതുകൊണ്ടിരിക്കണം. മീരാണ് തൊഴുത്ത് ശിവനെ അയ്യപ്പ. നീ അത് നോക്കി പാട്ട് പാടുകയല്ലേ അവിടെ? അവിടെ ഇതുണ്ടോ? അപ്പൊ അങ്ങനെ അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞ് നമുക്ക് ഇനി അങ്ങനെ ഇറങ്ങാം കേട്ടോ.
ഇതാണ് നമ്മുടെ കേരള പഴനി. അച്ഛൻ എന്തോ വരുന്നുണ്ട്, എന്തായിട്ട് വരുന്നുണ്ട്. എള്ള തോന്നും. എള്ളണോ? ഓക്കെ. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നൊരു ടീം പാട്ടുപാടി വരുന്നുണ്ട്. നോക്കിയൊക്കെ മുരുകൻ്റെ ഒരു ആർച്ചുണ്ട്. നന്നായിട്ടുണ്ട് കാണാൻ, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും അടിയിലെത്തിയിട്ട് നമുക്ക് നേരെ എന്താ അഭിപ്രായം? പക്ഷെ രാവിലെ നേരത്തെ വരണം, കറക്റ്റ് 7 മണിക്ക് എത്തണം കേട്ടോ. തണുപ്പ്. പക്ഷെ നമ്മൾ ഉച്ചക്കൊക്കെ വന്നു വെച്ചാൽ ഇതാവും. പക്ഷെ രാവിലെ 7 മണിയുടെ ഫീല് സൂപ്പറാണ്. രാവിലെ ഒക്കെ 7 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും, സൂപ്പറാവും. എന്താ ഓക്കെ. അപ്പം നമുക്ക് ഇനി വണ്ടിയിൽ കയറിയിട്ട് അടുത്തതായ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് നമുക്ക് കാണാം. കൊടുങ്ങല്ലൂർ അങ്ങനെ പതിനമല കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കൊടുങ്ങല്ലൂർ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടാ. അപ്പം അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു. ഫ്രണ്ട് കൂടെ അല്ല, നമ്മൾ വണ്ടി ട്രാവലിൽ നിർത്തിയത് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇതൊക്കെ നല്ല മറ്റേ കടൽ മണലില്ലേ, അതേപോലത്തെ മണൽ കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അമ്പലമൊക്കെ തൊഴുത് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ പിന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പഞ്ചിനും കാര്യങ്ങളും പ്രസാദ കൗണ്ടറൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് മേടിക്കുക. അച്ഛൻ തൊഴുത് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ തൊട്ടിട്ട് അങ്ങനെ വരുന്നുണ്ട് അച്ഛൻ. എല്ലാവരും ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളിവിടെ തവിട്ടുമുത്തി പറഞ്ഞൊരു ദൈവമുണ്ട് കേട്ടോ. നമ്മളൊരു പ്രസാദം തരും, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തലേൻ്റെ മേലെ കൂടെ അങ്ങനെ ഇടണം. വിശക്കുണ്ടോ? മല കമ്മലൊക്കെ മേടിക്കുന്നുണ്ട്. കുളം ഉണ്ട് കേട്ടോ, കുളം. താമരൊക്കെ ഉണ്ട്. എന്താ താമര, നല്ല താമര. 3-4 ഉള്ളൂ. അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ കേട്ടോ കുളമുള്ളത്. നല്ലൊരു എന്താ, ഇപ്പം ഏകദേശം ഒരു 10 മണിയായി. ഒരു കൈ നോക്കണ ചേച്ചി അച്ഛനെ വിളിച്ച് വരുത്തി. പക്ഷെ ആ ചേച്ചിയാണെങ്കിൽ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ, സൂപ്പറായി പറഞ്ഞു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്.
ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും രാവിലെ ഫുഡ് വിടുന്നുണ്ടാക്കി വന്ന് ആ കഴിച്ചു ഇത്ര ഹോട്ടലിൽ നിന്ന് കഴിച്ചു വണ്ടിയിലെത്തി. വീട്ടിൽ പോവാ പറഞ്ഞ ഇപ്പോൾ നമ്മൾ പെരിങ്ങോട്ടുകര ചാത്തൻ്റെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പുറത്ത് വിഷ്ണുമായ അമ്പലമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ വിഷ്ണുമായ അമ്പലത്തേക്ക് പോകും. എല്ലാവർക്കും ക്ഷീണമാണ്. ചുട്ടിട്ട് ഓടുന്നുണ്ട്. നല്ല വെയിലാണ്. നല്ല ഓടുന്നു, വേഗം ഓടുന്നു. ഇതാണ് അമ്പലം. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു വിഷ്ണുമായ അമ്പലമുണ്ട്. അതാണ് മെയിനായി പ്രസിദ്ധമായ അമ്പലം. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ വിഷ്ണുമായ അമ്പലം. നല്ല അലങ്കാരപ്പണികളോടുകൂടിയുള്ള അമ്പലമാണ്. ഫുള്ള് ഗോൾഡൻ കളറിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. 2 മണിയാകുമ്പോഴേക്ക് അടയ്ക്കും. നട അടച്ചപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നട അടച്ചു. 2:10 നമ്മളെത്തിയപ്പോൾ. അപ്പോൾ നടയൊക്കെ അടച്ചു കഴിഞ്ഞു. ഇവിടെ കുറേ ഫിലിം സ്റ്റാർസ് വന്നു കേട്ടോ. ഇഷ്ടം പോലെ കുറേ പേര്, ഭാമ, അഖിൽ മാരാർ, അങ്ങനെ കുറേ സ്റ്റാറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ സെർച്ച് ചെയ്താൽ വിഷ്ണുമായ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ടെമ്പിൾ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് കാണാൻ പറ്റും. ഇതിനുള്ള ഫോട്ടോ ഒക്കെ അലോഡ് കേട്ടോ. ഫോട്ടോ വീഡിയോ ഒക്കെ അലോഡാണ്. എല്ലാ അമ്പലത്തിലും ഇതുപോലെ ഇല്ല. പക്ഷെ ഇവിടെ കുറേ പേര് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അതുപോലെ എടുത്തു കേട്ടോ. ഇതൊരു ഹാളാണ് കേട്ടോ. നോക്കിയാൽ നല്ലൊരു ആന, ശരിക്കൊരു ആന നിൽക്കുന്ന പോലെ ഉണ്ട് അവിടെ. കറക്റ്റ് ഒരു ആന അല്ലേ? എന്താ ഫിനിഷിങ്. ഇതുപോലൊരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല. എന്താ തോന്നുന്നു ശരിക്കും ഒരു VIP അമ്പലം എന്നൊക്കെ പറയില്ലേ, ആ അമ്പലത്തിൻ്റെ പോലെ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. 2 മണിയാകുമ്പോഴേക്ക് നട അടയ്ക്കും. പിന്നെ ഒരു 4 മണിക്ക് ശേഷം അമ്പലം തുറക്കുള്ളൂ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അമ്പലം കൂടിയാണ്. നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇതും കൂടി ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഉൾഭാഗം നോക്കാം കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇവിടെ കാണാനുള്ളത്. നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്, സ്നേഹതീരം ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ബീച്ചിലേക്ക് പോകണം. സ്നേഹതീരം ബീച്ചിലേക്ക് പോവുകയാണ്. ഹായ് മണിരാമേ, ഹായ്. betul ടവറിൽ
ബീച്ചെത്തി. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം. ഇതാണ് കേട്ടോ കായൽ പോലെ തോട് പോലെ. എങ്ങനെയുണ്ട് നോക്കി നോക്കി. ഇതാണ് ഈ സംഭവം. ഈ സംഭവം കേട്ടോ. ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി കേട്ടോ. അവിടെ സായിപ്പുണ്ട് അവിടെ. സ്നേഹതീരം ബീച്ചാട്ടോ. സ്നേഹതീരം ബീച്ച് പറഞ്ഞാൽ കുറച്ച് സ്നേഹതീരം ബീച്ച് അവിടെയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഒന്നുകൂടി അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ആൾക്കാരൊക്കെ കമ്മിയാവും. അച്ഛൻ നോക്കിയൊക്കെ. അച്ഛൻ അവിടെ നോക്കിയൊക്കെ. അച്ഛൻ അവിടെ എത്തി. അച്ഛൻ പോവാണ്. ചാറ്റാനാണ്. ബീച്ചിലേക്ക് ഇറങ്ങി. അച്ഛൻ ഫുള്ള് ഇവിടുന്ന് കൊണ്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊക്കെ എത്ര നോക്കിയൊക്കെ. ഇവിടെ ഫുൾ ഫ്ലാറ്റാണ്. അച്ഛൻ വരെ ആൾക്കാരുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല വെയിൽ. ബാക്ക് അവിടെ ഉണ്ട്. അച്ഛൻ ഇങ്ങോട്ട് പങ്കിട് വാ. രമേശേട്ടൻ്റെ അവിടെ ഏകദേശം ഞങ്ങള് നടുക്കടലിലെത്തി. ചാടണോ? അയ്യോ അന്തേച്ചാണെങ്കിൽ അവിടെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്തേച്ച് പേടിച്ച് നിൽക്കുകയാണ്. നോക്കി നോക്കാം. അവരൊക്കെ അവിടെ അറ്റത്താണ്. എത്ര ദൂരം നോക്കി നോക്കാം. അവിടെ നിന്നിട്ട് ഇവിടെ ഫ്ലാറ്റ് കേട്ടോ. നല്ലതായിട്ട് അടിപൊളിയായിട്ട് കളിക്കാം. നോക്കി നോക്ക്. എന്താ മേഘം പോവും. അന്തേച്ചിക്ക് പേടിയാണ്. അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. അതാ വരുന്നിട്ട് അങ്ങോട്ട് നോക്കോ. അവിടേക്ക് നോക്കോ. മേല അവരെ നോക്ക്. രമേശ് ചേട്ടാ ഇതിന്റെ ബാഗിലേക്ക്. മതി. അമ്മോ ഓ വയറിലടിക്കുന്നു. മതി. അവിടെ നിന്നായി. അവിടെ ഇവിടെ എല്ലാം കേട്ടോ. അച്ഛനൊക്കെ നല്ല സ്വർഗം കിട്ടിയ പോലെയാണ് അച്ഛന് വയറ് നിൽക്കണത്. നോക്കിയോ ഞങ്ങൾ എവിടെ നോക്കിയോ നിൽക്കണത്. അടിപൊളി സൂപ്പർ. നോക്കിയോക്ക്. ഇനി ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ വരും. വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ഒരു ന്യൂസ് വരും. അത്ര തന്നെ ഉള്ളു. വേറെ പ്രശ്നമൊന്നുമില്ല. വന്നോളൂ. വൈകുന്നേരം ചെറിയൊരു ന്യൂസ് കിട്ടും. വരുന്നുണ്ട്. ചാടിയത് എന്താ അയ്യോ വലുത് കോള് പോവോ.
അച്ഛൻ അച്ഛതാ എന്താണ് മുണ്ടൊക്കെ പോയി അച്ഛൻ്റെ മുണ്ട് പോയി. അത് അച്ഛനും മൂടും മുണ്ട് മൂടും. അച്ഛന് നിൽക്കാൻ പറ്റില്ല കടലില്. നിക്ക കാണും. അച്ഛൻ ഇവിടെ ബീച്ച് ഒക്കെ റേസിംഗ് വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി കളിക്കുകയാണ് ബീച്ചിൽ. അതിൽ കളിച്ചിട്ടില്ല. രമേശേട്ടൻ്റെ ചാട്ട അവിടെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബീച്ചിൽ കളിക്കിറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ഇനി കയറുമ്പോൾ കാണുള്ളൂ. അപ്പോൾ കളരിക്ക് ഇറങ്ങാത്ത ആൾക്കാർ 2 ആൾക്കാരുണ്ട് കേട്ടോ. 2 അല്ല 3 പേര്. നല്ല അടിപൊളിയോ. നോക്കിയോ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നോക്കി എന്ത് രസമാണ്. നല്ല കാറ്റുണ്ട്. വർത്തനം പറഞ്ഞ് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ഇനി കടലിറങ്ങാത്ത 2 പേര് 3 പേര് കാണിച്ചു തരാം. കടലിറങ്ങാത്ത 3 പേര്, പേടിയുള്ള ആൾക്കാർ. കപ്പലണ്ടി നോക്കിയോ. ഇപ്പോൾ നല്ല കാണാൻ രസമല്ലേ. അപ്പോൾ കളത്തെ കുളി കഴിഞ്ഞു. നന്നായി വയ്യ. നാളെ കളിയുണ്ട്. അതുകൊണ്ട് കുറേ കളിച്ചത് പനി പിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും കയറി. കുറച്ച് പേരും കൂടി ഇനി അവിടെ നിൽക്കുന്നുണ്ട്. ഫുൾ തെങ്ങാട്ടോ. ഫുൾ തെങ്ങ്. നല്ല അടിപൊളി. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോടിലാണ് മറ്റേ 7up പരസ്യമുണ്ട്. പണ്ടത്തെ പരസ്യം കേട്ടോ. ഇപ്പോഴത്തല്ല, അത് ഈ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഡ്രസ്സൊക്കെ മാറി. സോഡാ സർബത്ത്, റോള് ഒരു സോഡാ സർബത്ത്. നന്നായിട്ട് കേട്ടോ വൈബ്. ഓ, ഇവിടെ മാത്രത്തിന് മോശമാണ്, പക്ഷെ അപ്പുറത്ത് നല്ല രസമുണ്ട്. നല്ല ലൈറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പോണ വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ചെറുതി ഷാലിമാറിൽ കയറി. എഗ് ഫ്രൈഡ് റൈസ്, ഇതൊക്കെ ഹാഫ് ചിക്കൻ ബിരിയാണി. ഏട്ടാ പെപ്സി ഫസ്റ്റ് തരും. അമ്മ അപ്പോൾ റോസ്റ്റ് ആയിരിക്കാ? റോസ്റ്റ് അച്ഛൻ എന്തപ്പത്? എന്തപ്പത് നാടകം? ഇതെന്ത് തൊപ്പിയോ? അങ്ങനെ തലയിൽ വയ്ക്കുക. കൊണ്ടക്കാരി രണ്ടക 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 രണ്ടക.
കൊണ്ടക്കാര് രണ്ടക 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 ഒന്നുകൂടി കേട്ടോ. അണ്ണങ്കാക്ക കൊണ്ടക്കാര് രണ്ടക 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 മണമുള്ള വായക്കിളി